ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഈ റെസിപ്പി മുന്നേ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ അഞ്ജലി സുനിലിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഈ റെസിപ്പി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ പനീർ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിവിടെ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില അരിഞ്ഞത്, അണ്ടിപ്പരിപ്പ്. ആദ്യം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി നമ്മൾ പനീർ വറുക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലാണ് നമ്മൾ പനീർ വറുത്ത് കോരി വയ്ക്കുന്നത്. ബട്ടർ മസാല ആയിട്ട് എന്താ ഓയിൽ യൂസ് ചെയ്യുന്നത് വിചാരിക്കേണ്ട. കുറേ അധികം ബട്ടർ വരുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. ഇപ്പം നമ്മളിതിൻ്റെ ക്രീമും എല്ലാം യൂസ് ആക്കുന്നത് ബട്ടർ ഒഴിച്ചിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് പനീർ വറുത്ത് കോരുന്നത്. വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ ആ ഓയിൽ പാടെ ഒഴിവാക്കിയതിന് ശേഷം 2 ക്യൂബ് ബട്ടർ ഇട്ടിട്ട് അതിൽ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി വഴറ്റി നല്ല ഉള്ളി വാടിയതിന് ശേഷം അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് നല്ല വാടിയതിന് ശേഷം നമ്മളിത് ചൂടാറിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ആ പാത്രത്തിൽ തന്നെ ബട്ടർ ഇട്ടു. അതിലേക്ക് ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡറും ഇത്തിരി ഗരം മസാലയും ചേർത്തിട്ട് നമ്മൾ ഈ മിക്സിയിൽ അടിച്ച് വെച്ച് ചേരുവ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയില ഇട്ട് പനീർ കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഫ്രഷ് ക്രീം ഒഴിച്ചു. ചൂടാറിയതിന് ശേഷം കുറച്ചുകൂടി ഫ്രഷ് ക്രീം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോയിൽ കംപ്ലീറ്റ് ഇതിൽ പറഞ്ഞ പോലെ കാണിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഒറ്റയ്ക്ക് പാചകവും വീഡിയോയും കൂടി എനിക്ക് സെറ്റാവുന്നില്ല. കാരണം ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഒന്നല്ല, കൈ പിടിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നതിനെ കൊണ്ട്. എന്തായാലും റെസിപ്പി സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു അഞ്ജലി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.